2050 റേഞ്ചിൽ സിൽക്കി കോട്ട ഫാബ്രിക്കിൽ ഹാൻഡ് എംബ്രോയ്ഡറി ആയിട്ടുള്ള സെറ്റ് ആട്ടോ കാണുന്നത്. ഹാൻഡ് എംബ്രോയ്ഡറി എന്ന് പറയുമ്പോൾ അതിൽ ചെറിയ എംബ്രോയ്ഡറീസ് ആണ് വരുന്നത്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു എംബ്രോയ്ഡറീസ് ടൈം എടുത്ത് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ത്രെഡാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പല കളേഴ്സ് വരുന്നുണ്ട്. ഫ്രഞ്ച് നോട്ട് എംബ്രോയ്ഡറി, സീക്വൻസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ക്രോഷിയോയുടെ ലേസ് കൊടുത്തിട്ടുണ്ട്. ബോട്ടം വരുമ്പോഴത്തേക്ക് കോട്ടൺ ബോട്ടവും ദുപ്പട്ട നമുക്ക് വരുമ്പം ലൈറ്റ് ഒരു യെല്ലോ ടോണിലാട്ടോ ഇത് വന്നേക്കുന്നത്. പേസ്റ്റൽ ടോണിലേക്കാണ് വരുന്നത്. അതിൽ കുഞ്ഞു കുഞ്ഞ് എംബ്രോയ്ഡറി ആണ് ചെയ്തേക്കുന്നത്. സൈഡിൽ ക്രോഷിയോയുടെ ലേസും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കളർ നമുക്ക് വന്നേക്കുന്നത് ലൈറ്റ് യെല്ലോ ടോൺ ആണ്. പിന്നെ നമുക്ക് നല്ലൊരു ലൈറ്റ് ഗ്രീൻ, പേസ്റ്റൽ ഗ്രീൻ വരുന്നുണ്ട്. പേസ്റ്റൽ പിങ്ക് ടോൺ വരുന്നുണ്ട്. പിന്നെ വന്നേക്കുന്നത് ലൈറ്റ് ബ്ലൂ ടോണിലേക്കാണ്. 4 കളക്ഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം. പിന്നെ പാറ്റേൺ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. യോക്ക് പോസ്റ്ററിലെ എംബ്രോയ്ഡറിയും സീക്വൻസ് വർക്കും പിന്നെ നമുക്ക് ബോർഡറായിട്ട് ക്രോഷിയോയുടെ ലേസും കൊടുത്തിട്ടുണ്ട്. സ്ലീവിലും ഇതുപോലെ തന്നെ നമുക്ക് ആ ദുപ്പട്ടയിലുള്ള സെയിം ക്രോഷിയോ ലേസ് ആണ് കൊടുത്തേക്കുന്നത്. 2.5 മീറ്റർ ലെങ്ത് ടോപ്പിന് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ടോപ്പിൻ്റെ പാറ്റേൺ വരുന്നത്. ദുപ്പട്ട നമുക്ക് വരുമ്പോൾ സിൽക്കി കോട്ട ഫാബ്രിക്കിൽ തന്നെ എംബ്രോയ്ഡറി ചെയ്ത് 2.5 മീറ്റർ ലെങ്ത്തിലാണ് ദുപ്പട്ടയും വന്നേക്കുന്നത്. 4 സൈഡിലും ക്രോഷിയോയുടെ ലേസ് വരുന്നുണ്ട്. ബോട്ടം പ്ലെയിൻ ആയിട്ടുള്ള കോട്ടൺ ബോട്ടമാണ്. സെയിം പാറ്റേൺ ലൈറ്റ് ബ്ലൂ ടോണിലാണ് ഈ സെറ്റ് നമുക്ക് വരുന്നത്. ഭംഗിയായിട്ടുള്ള ലൈറ്റ് പിങ്ക് ടോണിലാണ് ഈ സെറ്റ് വന്നേക്കുന്നത്. ലൈറ്റ് ഗ്രീൻ ടോണിലാണ് ഈ സെറ്റ് നമുക്ക് വരുന്നത്.